എല്ലാവർക്കും ഇസ്ലാമിക് ഹെൽത്ത് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പകർത്തേണ്ട ഏതെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ പുറത്തുവിടും. എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് അമർത്തി വെക്കുക. നമ്മൾ എന്തിനാണ് സെക്സ് ചെയ്യുന്നത്? ചിലർ പറയും അതൊരു ശാരീരികമായ ചില പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. മറ്റു ചിലർ പറയുന്നത് എന്താണ്, ശരീരത്തിൻ്റെ ഒരു സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ സെക്സ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ഒരിക്കലും അല്ല കേട്ടോ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് തന്നെയാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്സ് ചെയ്യുന്നത് അടിപൊളിയാണെങ്കിൽ പൊതുവെ ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. എന്നാൽ നിരന്തരം പ്രശ്നമുള്ള ദമ്പതിമാരെ നോക്കിയാൽ അവർക്കിടയിലെ സെക്ഷൽ ലൈഫ് വളരെ പരിതാപകരമായിരിക്കും. അതാണ് അവരുടെ ആ ഒരു ഇതിനുള്ള കാരണം. അവരുടെ സെക്സ്വൽ ലൈഫ് വളരെ പരിതാപകരമായിരിക്കും. സെക്സ് എപ്പോഴും നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അടിപൊളിയാക്കാൻ എല്ലാവർക്കും പറ്റും. അപ്പോൾ സെക്സ് എന്നുള്ളത് കേവലം ആ സമയത്ത് മാത്രം ചെയ്യേണ്ട ഒന്നല്ല. മറിച്ച് ഒരു ദിവസം സെക്സ് ചെയ്താൽ പിന്നെ നമ്മൾ കുറച്ച് ദിവസം നമ്മുടെ മനസ്സൊന്ന് നമുക്ക് വളരെ സമാധാനമായി കിട്ടും. അപ്പോൾ നമ്മൾ ഒരു സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതിനുള്ള പ്രധാനമായ കാര്യങ്ങളാണ്: ഒന്നാമത്തേത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു അട്രാക്ഷന്. രണ്ട്, നമ്മുടെ യുവത്വം നിലനിർത്താൻ നമുക്ക് സെക്സ് സഹായിക്കും. കാരണം നമ്മൾ ആ ഒരു യുവത്വമാരിയാണ്. ആ ഒരു യുവത്വം എപ്പോഴും സെക്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു യുവത്വം ഉണ്ടാവും. മറ്റൊന്ന്, പിന്നെ നമ്മളെ സന്തോഷത്തിൻ്റെ ഹോർമോൺ സെക്സ് ചെയ്യുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ആരോഗ്യമുള്ളതായി തീരാൻ ഇത് വളരെ കാരണമാകും. നമുക്ക് സന്തോഷം കൂടുമ്പോൾ നമ്മൾ ആരോഗ്യം വർദ്ധിക്കും, ഒരുപാട് കഴിവുകൾ വരും. അങ്ങനെ പലതും നമ്മൾ സെക്സ്വൽ ലൈഫിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊന്ന് എന്താ വെച്ചാൽ, നമ്മളൊരിക്കലും സെക്സ് എന്നുള്ളത് അമിതമാക്കാൻ പാടില്ല. അമിതമാക്കിയാൽ വളരെ ഏറെ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. നമ്മളിത് എന്നും ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ പങ്കാളിക്ക് മടുക്കാൻ ചാൻസ് വരും. അവർക്ക് പിന്നെ ഇതിലൂടെ ഒരു മടുപ്പ് തോന്നും. ഇങ്ങനെ അപ്പോൾ നമ്മൾ ഡെയിലി ഇവരെ ഒരിക്കലും ഫോഴ്സ് ചെയ്യിപ്പിക്കരുത്. ഒന്നിടവിട്ട് ഒരു ദിവസം പിറ്റേ ദിവസമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളോട് തന്നെ ഒരു സ്നേഹം ഉണ്ടാവും. നിങ്ങൾക്ക് അതിലൂടെ ഒരു ആരോഗ്യമായ ജീവിതം കിട്ടും. എന്ന് ചെയ്യാതെ ഇരിക്കാൻ പരമാവധി ശ്രമിക്കുക. കാരണം അതൊരു പ്രശ്നങ്ങൾക്കും നമ്മുടെ അവർക്കൊരു മടുപ്പും ഒക്കെ തോന്നാനിടയാകും. അതുപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇമോഷണലായിട്ട് നമ്മൾ സങ്കടം വരുന്ന പല കാര്യങ്ങളാവും സമയത്തൊക്കെ നമ്മൾ ഈ സെക്സ് ചെയ്യുന്നതിലൂടെ നമുക്കതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പല ഒരു പ്രഷറുകളോ മറ്റെന്തെങ്കിലും സങ്കടങ്ങളോ മറ്റെന്തുണ്ടെങ്കിലും ഡിപ്രഷനോ എന്തും നമുക്ക് സെക്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു മനോഹരമായിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ സെക്സ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു മടിയാണ്. നമ്മളൊരു ചിന്താഗതി ഉണ്ടാവും സെക്സ് പറയാനും. അതുപോലെ തന്നെ ഈ സെക്സ് എന്ന് പറയുന്നത് നമ്മൾ ലൈംഗികത നമ്മൾ ഒരിക്കലും പറയാൻ മടിക്കേണ്ട ഒരാവശ്യമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്കൊക്കെ ജീവിക്കാൻ ഭക്ഷണം എന്തായാലും നിർബന്ധമായിട്ട് വേണം, വെള്ളം വേണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ അത്യാവശ്യമാണ്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം നല്ല രീതിയിലുള്ള, അഥവാ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള സെക്സ്വലാണ് എന്നാണ് ആ ഒരു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഭക്ഷണം എന്നുള്ളത്. ഇപ്പോൾ ഹെൽത്തി സെക്സ് എന്നാൽ 2 പേർക്കും മാനസിക സംതൃപ്തി അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ള നമ്മളെ സെക്സ്വൽ ലൈഫിലൊരു സംഭവമാണ് ഭർത്താവ് ഭാര്യയെ ചെയ്തിട്ട് ഒറ്റ പോക്കാണ്. അവരെ സംതൃപ്തിപ്പെടുത്താതെ ഭർത്താവിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഒറ്റ പോക്ക്, അങ്ങനെ നമ്മൾ ലൈഫിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവരുടെ താല്പര്യം കൂടി നമ്മൾ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തണം. അവരെ തൃപ്തിപ്പെടുത്തില്ല പിന്നെ അവർക്ക് മടുപ്പ് തോന്നും, നമ്മളോടുള്ള ഇഷ്ടങ്ങൾ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ അവർക്ക് സംതൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കണം ഓരോ സെക്സും. അപ്പോൾ അതിന് നമ്മൾ ഫോർപ്ലേക്ക് യൂസ് ചെയ്യേണ്ടി വരും. അഞ്ചാമത്തെ മറ്റൊരു കാര്യമാണ്, സെക്ഷ്വൽ ലൈഫ് മനോഹരമാക്കാൻ 2 പേരും മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ സെക്ഷ്വലായിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവർ ചെയ്യുമ്പോൾ തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കുക, ഒരിക്കലും മടി പാടില്ല. നമ്മളെ ഭർത്താവാണ്, നമുക്ക് എന്തും ചെയ്യാം, ഭാര്യയാണ്. അപ്പോൾ അവരോട് ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരിക്കലും മടിച്ചാണ്ട് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എപ്പോഴാണ് പറ്റുന്നത് ആ സമയത്തൊക്കെ സന്തോഷിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് എന്താണ് താല്പര്യം എന്നുള്ളത്, അതുപോലെ തന്നെ നമ്മൾ എനിക്കിപ്പോൾ എന്താണ് താല്പര്യമുള്ളത്, എന്താണ് താല്പര്യമില്ലാത്തത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നമ്മൾ ഫോഴ്സ് ചെയ്യിപ്പിക്കരുത്. ഇപ്പോൾ എന്ത് ചെയ്ത് പിന്നെയും ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും അവരെ ഫോഴ്സ് ചെയ്യിപ്പിക്കരുത്. അതൊക്കെ അവർക്ക് മടിയുള്ള കാരണമാകും, പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേപോലത്തെ മനോഹരമായ ഹൈജീനിക്കായ സെക്ഷ്വൽ ലൈഫ് ഉണ്ടെങ്കിൽ നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ജീവിതം വളരെ മനോഹരമായിരിക്കും.
നമുക്ക് സെക്ഷൽ ലൈഫ് അടിപൊളിയാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ നിർബന്ധമായിട്ട് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മളെ സെക്ഷൽ ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പലതും പരിഹാരമാകും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ 2 പേർക്കും തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ എന്നും സെക്സ് ചെയ്യാൻ ശ്രമിക്കുക.